നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. വികസന പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക ചിലവഴിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ആർ.കെ. സിംഗ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. NDA തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിച്ചത്. കേന്ദ്ര വികസനങ്ങളുടെയും നടത്തിയ ഓരോ കാര്യങ്ങളും അടിവരയിട്ട് പറഞ്ഞാണ് BJP ഇപ്പോൾ മുന്നേറുന്നത്. തിരഞ്ഞെടുപ്പിൽ കേരളം ഒരു പ്രധാന വിഷയമാണെന്നും പറയാതെ മനസ്സിലാക്കുന്നു. ക്ഷേത്രങ്ങൾ കയറിയിറങ്ങിയിട്ടും രാഹുലിന് പ്രത്യേക മതവിഭാഗങ്ങൾ കുറവുള്ള മണ്ഡലം തിരഞ്ഞെടുക്കേണ്ടി വന്നു. ശബരിമല ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. BJP വിശ്വാസികൾക്കൊപ്പമാണ്. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്ത് മുഴുവൻ പരാജയപ്പെട്ട കമ്മ്യൂണിസം ഇന്ന് കേരളത്തിൽ മാത്രമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ലാവ്ലിൻ അഴിമതിയിൽ ആരോപണം നേരിട്ടയാളാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സർക്കാരിനെ തറപറ്റിക്കുകയാണ് BJP. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ മന്ത്രിമാർ ഇനിയും കേരളത്തിൽ പ്രചരണത്തിനായി എത്തുമെന്നത് കഴിഞ്ഞ ദിവസം മോദി കോഴിക്കോട് എത്തിയതിലൂടെ വ്യക്തമാണ്. ദീനദയാൽ ഗ്രാം ജ്യോതി യോജനയിൽ 485 കോടി രൂപയാണ് കേന്ദ്രം കേരളത്തിന് നൽകിയത്. 4.5 വർഷത്തിന് ശേഷവും 213 കോടി രൂപ ചിലവഴിച്ചതിന്റെ കണക്കുകൾ മാത്രമാണ് കേരളം സമർപ്പിച്ചത്. പ്രളയത്തിന് ശേഷം വൈദ്യുതീകരണം പുനഃസ്ഥാപിക്കാൻ 19 കോടി നൽകിയിരുന്നു. ഇതുവരെ വിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. തുക ചിലവഴിച്ചോ എന്ന് അറിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈകിപ്പിക്കുന്നതെന്നും ആർ.കെ. സിംഗ് ചോദിച്ചു. മാത്രമല്ല, പരാജയം ഭയന്നിട്ടാണ് അമേഠിയിൽ നിന്നും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഒളിച്ചോടിയതെന്ന് ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം വ്യക്തമാക്കി. നെഹ്റു കുടുംബം വർഷങ്ങളായി പ്രതിനിധീകരിക്കുന്ന അമേഠിയിൽ ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തില്ല. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് രാഹുൽ വയനാട് തിരഞ്ഞെടുത്തത്. 5 വർഷത്തെ ഭരണത്തിൽ മുഴുവൻ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കാൻ സാധിച്ചത് മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം 70 വർഷമായി അവഗണിക്കപ്പെട്ടിരുന്ന കാശ്മീരിലെയും ലഡാക്കിലെയും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഉൾഗ്രാമങ്ങളിൽ ഉൾപ്പെടെ വൈദ്യുതി എത്തി. അഴിമതി അവസാനിപ്പിക്കാനും ഇടനിലക്കാരെ പുറത്താക്കാനും മോദി സർക്കാരിന് സാധിച്ചു. UPA ഭരണകാലത്ത് അഴിമതി നടത്തി രാജ്യത്ത് സുഖമായി ജീവിച്ചിരുന്നവർ മോദി വന്നതിനു ശേഷം നാടുവിട്ടു. അവരുടെ കോടിക്കണക്കിന് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. കുറ്റക്കാരെ ഉടൻ തിരിച്ചെത്തിച്ച് അർഹമായ ശിക്ഷ ഉറപ്പാക്കുമെന്നും ആർ.കെ. സിംഗ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.